വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിന് അസ്ഥികളുടെ ആരോഗ്യത്തിനും അതേപോലെ രോഗപ്രതിരോധ ശേഷിക്കും പിന്നീട് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനും ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ ഇതിന്റെ അളവ് കൂടുമ്പോൾ അത് ശരീരത്തിന് ഗുരുതരമായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ആദ്യം തന്നെ ഹൈപ്പർ കാൽഷ്യമീയ, അതായത് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൂടുന്നത്. ഇത് കിഡ്നിയെയും ഹൃദയത്തെയും ഒക്കെ ബാധിക്കും. ഈ നമ്മുടെ കിഡ്നിയിൽ ഈ കാൽഷ്യം ഡെപ്പോസിറ്റ് കൂടുന്നവർ അത് സ്റ്റോൺസ് ആയിട്ടും നെഫ്രോകാൽസിനോസിസ് പോലുള്ള കണ്ടീഷനിലോട്ടൊക്കെ ഇത് വരാറുണ്ട്. അതേപോലെ തന്നെ ഉള്ളൊരു കണ്ടീഷനാണ് നമ്മുടെ ഹാർട്ടിലോട്ട് ഈ കാൽഷ്യത്തിന്റെ ഡെപ്പോസിറ്റ് കൂടുന്നതിലൂടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുകയും അതേപോലെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഈ രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് നമ്മുടെ വൈറ്റമിൻ ഡി കൂടുന്നതിലൂടെ പേശികളിൽ വേദനയും വീക്ക്നെസ് ഉണ്ടാകുകയും അവിടെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ആയതിനാൽ നമ്മുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസുകൾ മരുന്ന് എടുക്കുകയും അതേപോലെ തന്നെ സൂര്യപ്രകാശം രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സൂര്യപ്രകാശം അത് പ്രകൃതിദത്തമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ സോഴ്സാണ്. പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ ഡിയെ നിയന്ത്രിക്കാവുന്നതാണ്.